ഒച്ചയിൽ നിന്ന് നാദത്തിലേക്ക് ദേവിയെ പ്രാർത്ഥിക്കുന്നു, മൂകാംബിയെ പ്രാർത്ഥിക്കുമ്പോ കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരിയെ, ഗുണദായിനി എന്ന് പറഞ്ഞാൽ കുടജാദ്രിയിലേക്ക് ദേവി പാഞ്ഞു കുന്നുകയറും. അതിന് നാദമാക്കണം. കുടജാദ്രി കുടികൊള്ളും മഹേശ്വരി ഗുണദായിനി അല്ലേ? അത് പാടുമ്പോൾ നാദമായി. വിശ്വാമിത്രൻ രാമനെ വിളിച്ചുണർത്തിയ നാദം കേട്ടിട്ടുണ്ട് ആരെങ്കിലും? കേൾക്കാത്ത ഒരാൾ ഇവിടെ ഇരിക്കാൻ അർഹതയില്ല. ഞാൻ പറഞ്ഞു തരാം ഏതാന്ന്. അന്നേരം ഇങ്ങ് ഓർമ്മ വരും. കൗസല്യ സുപ്രജാ രാമ പൂർവസന്ധ്യാ പ്രവർത്തതേ. കേട്ടിട്ടില്ലേ എല്ലാരും? കൗസല്യന്റെ നല്ല മോനെ രാമ, കിഴക്ക് ഭാഗത്ത് പ്രഭാത സന്ധ്യ പ്രവർത്തിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. മനസ്സിലായോ? ആ നാദം കേട്ട രാമന് ദേഷ്യം വന്നില്ല. കാരണം കൗസല്യന്റെ മോനാ. പക്വമതിയായ അമ്മയുടെ മകന് ദേഷ്യം വരില്ല. അപ്പൊ മക്കള് നന്നാവാൻ ആരാ നന്നാവണ്ടേ? അമ്മയും അച്ഛനും നന്നായാ മതി. മനസ്സിലായോ? കുട്ടികൾ കുഴപ്പക്കാരാവുന്നതിന്റെ ഉത്തരവാദി നമ്പർ 1 അമ്മ, നമ്പർ 2 അച്ഛനാ. മനസ്സിലായിക്കൊള്ളുക. നമ്മളെ മക്കളാ ദൈവത്തിന്റെ മക്കളല്ലല്ലോ. കുട്ടികളെ പിറന്നാളിന് കുട്ടികളെയും കുട്ടി അമ്പലത്തിൽ വരുത്തില്ലേ? എന്തിനാ? ഇതാ ദൈവമേ നീ തന്നിതാ, ഒരു കൊല്ലം കൂടി ഡാമേജ് ഒന്നും ഇല്ലാണ്ട് പോയിട്ട് ഇന്ന് കൊണ്ട് കാണിച്ചു കൊടുക്കുക. അല്ലാതെ കലീന്റെ മക്കളെ നമുക്ക് തരുവോ? ദൈവത്തിന്റെ മക്കളായിട്ട് വന്നിട്ട് ഇവൻ കലിയായിട്ട് വളർന്നിട്ടുണ്ട്. അതിന് ഉത്തരവാദി ദൈവമാണോ നമ്മളാണോ? നമ്മളല്ലേ? അതുകൊണ്ട് നമ്മളാണ് ശ്രദ്ധിക്കേണ്ടത്. ശ്രദ്ധിക്കുമ്പോൾ മക്കളുമായിട്ട് തെറ്റരുത്. അഥവാ തെറ്റിയിട്ടുണ്ട് രാത്രി അത് മേൽക്കുമ്പോൾ കോംപ്രമൈസ് ആയിക്കൊള്ളു. മക്കൾക്ക് ദേഷ്യം വന്നാൽ, മക്കളോട് ദേഷ്യം വന്നാൽ കോംപ്രമൈസ് ആകാനും വേറെ ഒന്നും വേണ്ട. പോയിട്ട് കെട്ടിപ്പിടിച്ചാൽ കിടന്നാൽ മതി. മനസ്സിലായി? അമ്മമാര് അച്ഛന്മാര് കെട്ടിപ്പിടിച്ചാൽ കിടന്നാൽ മതി. അതിൽ തീർന്നു, ഒറ്റ ഉറക്കം തീർന്നു. ഉറങ്ങുന്നതിന് മുമ്പ് തീർത്തിട്ടില്ലേ ഇവൻ അത് മുഴുവൻ റെക്കോർഡാക്കി വെച്ചിട്ട് അതെല്ലാം പലിശക്ക് എടുക്കും. എപ്പോ നിങ്ങൾക്ക് അവസാനം സുഖമില്ലാണ്ട് കിടക്കുമ്പോ കുരിപ്പനെയും കൊണ്ട് ഞാൻ ഒയെന്നു പറഞ്ഞിട്ട് തീർക്കും. അതുകൊണ്ട് മക്കളുമായിട്ട് വെറുക്കരുത്. അതുകൊണ്ട് നമ്മളെ മക്കളല്ലേ അവരങ്ങനെ ആയത്, അവരുടെ മനസ്സങ്ങനെയായത്, നമ്മൾ ഉത്തരവാദിയല്ലേ. വെറുപ്പ് തീർത്തോളുക. മനസ്സിലായോ? ആരോടും വെറുപ്പോ തർക്കോ ഇതുണ്ടെങ്കിൽ 1/2 സെന്റ് സ്ഥലത്തിന് വേണ്ടിയിട്ടാണ് വെറുക്കുന്നത്. മനസ്സിലായോ? ഈ 1/2 സെന്റ് നിങ്ങൾ അങ്ങനെ വരുമ്പോ കൊണ്ടത്തെ കേട്ടാ ഒന്നല്ല.